വിശുദ്ധ ജീവിതത്തിന്റെ വെളിച്ചം ബാക്കിയാക്കി ആഗോള കാത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. 88 വയസ്സായിരുന്നു. ക്രിസ്തുവിന്റെ പീഡാനുഭവ തിരുനാളും ഉത്ഥാനവും അനുസ്മരിച്ച ഈസ്റ്റർ സന്ദേശം നൽകിയാണ് പാപ്പ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളും മാനവികതയുടെ പ്രത്യാശയായി മാറി. യുദ്ധം അവസാനിപ്പിക്കാനും ലോകസമാധാനത്തിനും ആഹ്വാനം ചെയ്ത ശേഷമാണ് മാർപ്പാപ്പ ഈ ലോകത്തുനിന്നും മടങ്ങിയത്. ശാരീരിക അവശതകൾ മൂലം ബെനഡിക്ട് 16 മാർപ്പാപ്പ 2013 ഫെബ്രുവരി 28 രാജിവെച്ചതിനെ തുടർന്നാണ് കർദിനാൾ ഹോർഹെ മാരിയോ ബെർഗോളിയോയെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തത്. ബ്യൂണസ് ഐറിസിലെ ആർച്ച് ബിഷപ്പായിരുന്ന ബെർഗോളിയോ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു. 2001 ബെർഗോളിയോ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. വിനയാന്വിതനായ പെരുമാറ്റം, സാമൂഹ്യനീതിക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്നിവയും കർദിനാൾ എന്ന നിലയിൽ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി. ആഡംബര വാഹനമൊഴിവാക്കി പൊതുഗതാഗത സംവിധാനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രകൾ. ഭക്ഷണം സ്വയം പാചകം ചെയ്യുന്നതായിരുന്നു അക്കാലത്ത് അദ്ദേഹത്തിന്റെ രീതി. എല്ലായ്പ്പോഴും ശാന്തനും പ്രസന്നവദനനുമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതകളിലൊന്ന്. കർദിനാളായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം തന്റെ മുൻഗാമികൾ അനുഭവിച്ചു വന്നിരുന്ന പല സുഖ സൗകര്യങ്ങളും അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നു. പ്രദേശത്തെ ചേരികൾ സന്ദർശിക്കുന്നതിലും അവരെ സഹായിക്കുന്നതിലും അദ്ദേഹം ഏറെ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. മാധ്യമങ്ങൾക്ക് അദ്ദേഹം അഭിമുഖങ്ങൾ നൽകിയിരുന്നില്ല. പ്രസംഗവേദികളോടും ഭ്രമമില്ല. മനുഷ്യരെ മറന്നുകൊണ്ട് ദൈവവുമായുള്ള ബന്ധം സാധ്യമാകില്ലെന്ന് വ്യക്തമാക്കുന്ന ഫ്രാൻസിസ് പാപ്പയിൽ ലോകം പുതിയൊരു മാതൃകയാണ് കണ്ടത്. ജീവിതത്തിൽ ആഡംബരങ്ങൾ ഒഴിവാക്കിയതുപോലെ മരണത്തിലും ലാളിത്യം ആഗ്രഹിച്ചിരുന്നു ആത്മീയതയുടെ വിപ്ലവം നടത്തിയ ആ വലിയ ഇടയൻ. UTV ന്യൂസ്, പാലക്കാട്.